നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആത്മസംതൃപ്തി കണ്ടെത്താനും സ്വയം കണ്ടെത്താനുമുള്ള വഴികൾ എന്താണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അന്ന് കിടക്കാൻ പോകുന്നതിന് മുൻപ് അയാൾ ദൈവത്തോട് ചോദിച്ചു, അങ്ങെന്തിനാണ് എനിക്ക് ഇങ്ങനെയൊരു നശിച്ച ദിവസം തന്നത്? അയാൾ തുടർന്നു, അലാം അടിക്കാത്തതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ വൈകി. സ്കൂട്ടർ പണിമുടക്കിയതുകൊണ്ട് സമയത്ത് ഓഫീസിലെത്തിയില്ല. തിരക്കിനിടെ ഉച്ചഭക്ഷണം എടുക്കാൻ മറന്നു. ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അത് അടഞ്ഞു കിടക്കുന്നു. വിശ്രമിക്കാൻ വീട്ടിലെത്തിയപ്പോൾ കരണ്ടുമില്ല. എല്ലാം കേട്ട് ദൈവം പറഞ്ഞു, ഇന്ന് ഓഫീസിൽ സമയത്തിനെത്തിയാൽ നീ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് അലാം ഓഫാക്കിയത്. സ്കൂട്ടർ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിന്റെ വാഹനം കേടാക്കിയത്. ക്യാൻറ്റീനിൽ ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. വീട്ടിൽ രാത്രി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായേനെ, അതാണ് കരണ്ട് ഇല്ലാതാക്കിയത്. നീ അകപ്പെടാനിരുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്തത്. സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി സംഭവിക്കുന്നതെല്ലാം അനർത്ഥങ്ങളിലേക്ക് നയിക്കും എന്ന അന്ധവിശ്വാസമാണ് ആകുലതകളുടെ അടിസ്ഥാന കാരണം. എത്ര നിയന്ത്രണവിധേയമായ പായ്ക്കപ്പലിനും ചിലപ്പോൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് സഞ്ചരിക്കേണ്ടി വരും. അതിനർത്ഥം വഴി നഷ്ടപ്പെടുമെന്നോ യാത്ര മുടങ്ങിയെന്നോ അല്ല. നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ കഴിയണം. മാത്രമല്ല, അവ തരുന്ന പുതിയ അനുഭവങ്ങളെ സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തണം. തങ്ങൾ പോലും അറിയാതെ രക്ഷപ്പെട്ടിട്ടുള്ള ആപത്തുകളെക്കുറിച്ചും മറികടന്ന പ്രതിസന്ധികളെക്കുറിച്ചും ആർക്കും ഒരു ധാരണയും ഉണ്ടാകില്ല. നേരിടേണ്ടി വരുന്ന ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരിദേവനങ്ങൾക്കിടയിൽ ഒഴിവായിപ്പോയ വലിയ വൈഷമ്യങ്ങളെ ആരും ഓർക്കാറില്ല. നമുക്ക് വന്നു ചേരാതിരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, പിടിപെടാതിരുന്ന അസുഖങ്ങൾ, ഉണ്ടാകാതിരുന്ന കുടുംബ പ്രശ്നങ്ങൾ, നഷ്ടപ്പെടാതിരിക്കുന്ന ജോലി, ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ അഭിമാനിക്കാനും ആത്മസംതൃപ്തി കണ്ടെത്താനുമുള്ള അനേകം കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. ശുഭദിനം.